الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ പൊഴി പരീക്ഷയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പ്. നാമവും നാമവിശേഷണവും അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഒന്നുകിൽ വീഡിയോ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഓഫ് ചെയ്യണം. രണ്ട് നെറ്റ്വർക്കും സ്ലോ ആണ്. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നാമവും നാമവിശേഷണവും. പ്രസന്റേഷൻ വരുമോ നോക്കട്ടെ. നാമവും നാമവിശേഷണമാണ് നമുക്ക് പഠിക്കേണ്ടത്. നാമം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു നൗണാണ് നാമം, അഥവാ അതിനെ ഇസ്മ എന്ന് പറയും. നാമവിശേഷണം എന്ന് പറഞ്ഞാൽ ആ നാമത്തെ വിശേഷിപ്പിക്കണം, മറ്റൊരു നാമം കൊണ്ട് വിശേഷിപ്പിക്കണം ആ നാമത്തെ. അതിനെക്കുറിച്ചൊരു വിവരം തരലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഒരു വിവരം നൽകലല്ല. ഉദാഹരണം, ഈ കപ്പ് വെളുത്തതാണ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തീർന്നു. ഹാദ കൂബുൻ അബിയലുൻ, അതാ കൂബുൻ അബിയലു, ഇത് ഒരു വെളുത്ത കപ്പാണ്. എന്തായി? ഈ പറഞ്ഞ നാമത്തെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ നൽകുകയാണ്. അപ്പൊ അത് വിശേഷണമല്ല. ഇതിന്റെ വിശേഷണമാണ്, അതിന്റെ ആശയത്തിൽ വിശേഷണമാണ്. പക്ഷേ ഗ്രമറ്റിക്കലി പറഞ്ഞാൽ കപ്പിന്റെ വിശേഷണമായിട്ടല്ല ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ഈ വെളുത്ത കപ്പ് എന്ന് പറഞ്ഞാൽ, അതിന്റെ പേര്, അതായത് ഈ കപ്പിന്റെ വിശേഷണമാണ് വെളുത്തത് എന്നത്. ഈ വെളുത്ത കപ്പ് എന്ന് പറയുന്നത് പോലെയാണ് നാമവും നാമവിശേഷണവും എന്ന് പറയുന്നത്. ഡിസ്പ്ലേ വരാതിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇത് വിശദീകരണം പറഞ്ഞത്. ഡിസ്പ്ലേ മാറി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, നെറ്റ് സ്ലോ ആയതുകൊണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. അൽ ഫാത്തിഹയില് ഒരു സൂക്തമുണ്ട്, യഹ്ദിന സിറാത്തൽ മുസ്തഖീം. യഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം. യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ. അസ്സിറാത്ത, മാർഗത്തിൽ. യഹ്ദിന സിറാത്ത, ഞങ്ങളെ നീ മാർഗത്തിൽ നയിക്കണമേ. എങ്ങനെയുള്ള മാർഗത്തിൽ നയിക്കണം? അൽ മുസ്തഖീം. അൽ മുസ്തഖീം, നേരായ. ഇപ്പോഴാണ് ഡിസ്പ്ലേ വരുന്നിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. നെറ്റ്വർക്ക് ഒന്നുകൂടെ മാറ്റി കൊടുക്കുകയാണ്. ഡിസ്പ്ലേ കഴിയുമെന്നറിയണം. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. അപ്പോ അസ്സിറാത്ത് എന്ന് പറഞ്ഞതിന്റെ വിശേഷണമാണ് അൽ മുസ്തഖീം. വിശേഷണമാണ് അൽ മുസ്തഖീം. ഹദാ സിറാത്തുൻ മുസ്തഖീമുൻ എന്ന് പറഞ്ഞാലോ, ഹദാ സിറാത്തുൻ മുസ്തഖീമുൻ എന്ന് പറഞ്ഞാലോ, അതെന്താണ്?
അത് സിറാത്തുൻ, ഈ പറഞ്ഞ സിറാത്തിന്റെ ഒരു വിശേഷണമാണ്, അല്ല അതിനെ കുറിച്ചൊരു വിവരമാണ്. അതാ സിറാത്തുൻ മുസ്തഖീമുൻ എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഹാദസ്സിറാത്തു മുസ്തഖീം, ഹാദസ്സിറാത്തു മുസ്തഖീം, ഈ മാർഗം മുസ്തഖീം നേരായതാണ്. ഹാദസ്സിറാത്തു മുസ്തഖീമുൻ എന്ന് പറഞ്ഞാൽ സിറാത്തിന്റെ വിശേഷണമല്ല, അത് സിറാത്തിന്റെ വിശേഷണമല്ല. അപ്പോ ഹാദൽ കൂബ് നേരത്തെ പറഞ്ഞു, കറക്റ്റായി പറയാം. ഹാദൽ കൂബ് അബിയലു, ഹാദൽ കൂബു അബിയലു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കപ്പ് വെളുത്തതാണ് എന്നാണ്. ഈ കപ്പ് വെളുത്തതാണ് എന്നാണ്. അപ്പോ കപ്പിനെ കുറിച്ച് ഒരു വിവരം തരുന്നതാണ് വെളുത്തതാണ് എന്നത്. അത് വേറെ വിഷയമാണ്. ഹാദാ കൂബുൻ അബിയലു, ഹാദാ കൂബുൻ അബിയലു എന്ന് പറഞ്ഞാൽ ഹാദൽ കൂബുൽ അബിയലു എന്ന് പറഞ്ഞാൽ, ഹാദൽ കൂബുൽ അബിയലു എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത കപ്പ്. ഹാദൽ കൂബുൽ അബിയലു എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത കപ്പ്. അതേപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ. ഇനി വിശേഷണമാണോ അതല്ല ഈ വിവരമാണോ തരുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വിശേഷണമാണോ പറയുന്നത് അതല്ല അതിനെക്കുറിച്ചുള്ള വിവരം പറഞ്ഞു തീർക്കുകയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ നമ്മൾ നോക്കണം. ഒന്നാമത്തെ നാമത്തിനെ രണ്ടാമത്തെ നാമം കൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നാമത്തെ രണ്ടാമത്തെ നാമം കൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒന്നാമത്തെ നാമവും രണ്ടാമത്തെ നാമവും ഒരേപോലെ ആയിരിക്കും. 100% ഒരേപോലെ ആയിരിക്കും. ഈ 100% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒന്നാമത്തെ നാമം ഏകവചനമാണെങ്കിൽ രണ്ടാമത്തെ നാമവും ഏകവചനമായിരിക്കണം. ഒന്നാമത്തെ നാമം പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തെ നാമവും പുല്ലിംഗമായിരിക്കണം. ഒന്നാമത്തെ നാമത്തിന്റെ അവസാനത്തിൽ ഫതഹാണെങ്കിൽ രണ്ടാമത്തെ നാമത്തിന്റെ അവസാനത്തിനും ഫതഹായിരിക്കണം. ഒന്നാമത്തെ നാമം അൽ ഉള്ളതാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണെങ്കിൽ, നിർണിത നാമമാണെങ്കിൽ രണ്ടാമത്തെ നാമവും നിർണിത നാമമായിരിക്കണം, അതായത് സ്പെസിഫിക് നൗൺ ആയിരിക്കണം. നമുക്കറിയാലോ 4 മദ്ഹബിനെയാണ് മുസ്ലിം സമൂഹം പ്രധാനപ്പെട്ട മദ്ഹബായിട്ട് എണ്ണുന്നത്. അതിൽ കൂടുതൽ മദ്ഹബ് ഉണ്ട് കേട്ടോ, വേറെ കാര്യമാണ്. അതിൽ കൂടുതൽ മദ്ഹബ് ഉണ്ട്, ആൾക്കാർ അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മദ്ഹബ് തന്നെ വേണോ വേണ്ടേ, ഖുർആനും ഹദീസും ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരും അങ്ങനെ കുറെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, സലഫ് സാലിഹുകളെ പിൻപറ്റി ജീവിക്കുന്നവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആൾക്കാർ പറയുന്ന 4 മദ്ഹബ് എന്ന് പറഞ്ഞത് എന്തിനാണ്? 4 കാര്യങ്ങളിൽ യോജിക്കണം. ഒന്നാമത്തെ നാമം രണ്ടാമത്തെ നാമത്തിന് 4 കാര്യങ്ങളിൽ യോജിക്കണം. യോജിച്ചാൽ എന്തായിരിക്കും? ഒന്നാമത്തെ നാമത്തിന്റെ വിശേഷണമായിരിക്കും രണ്ടാമത്തെ നാമം. അപ്പോൾ ആ നാമം കൊണ്ട്, ആ 2 നാമങ്ങൾ കൊണ്ട് മാത്രം ഒരു വാക്യം പൂർണ്ണമാവുകയില്ല. 2 നാമങ്ങൾ കൊണ്ട് മാത്രം ഒരു വാക്യം പൂർണ്ണമാവുകയില്ല. അതാണ് വിശേഷണം. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? 1, നമ്പർ അല്ലെങ്കിൽ കൗണ്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 2, ജെൻഡർ ശരിയായി യോജിക്കണം. 3, നൗൺ എൻഡിങ് യോജിച്ചു വരണം. 4, സ്പെസിഫിക് ഓർ അൺസ്പെസിഫിക്, നിർണിത നാമമാണോ അല്ല നിർണിതമല്ലാത്ത നാമമാണോ എന്ന കാര്യത്തിലും യോജിപ്പുണ്ടാകും. എണ്ണം, ലിംഗം, നാമാന്ത്യം, അറിയപ്പെടുന്നത് അല്ലാത്തത്, ഈ 4 കാര്യങ്ങളിൽ യോജിച്ചു വന്നാൽ ഒരു നാമം രണ്ടാമത്തെ നാമത്തെ വിശേഷണമായി. ഓക്കെ. നാമവും നാമവിശേഷണവും.
നമ്മൾ പഠിച്ച സംഗതികളാണ് ഞാൻ അവിടെ ആദ്യം കാണിക്കുന്നത്. ഒന്ന്, മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷെറി തിന്മയിൽ നിന്ന്, അൽ വസ്വാസി ദുർബോധകന്റെ. ആ ദുർബോധകന്റെ വിശേഷണം എന്താണ്? അൽ ഖന്നാസ്. അപ്പോൾ അൽ ഖന്നാസ് ദുർബോധകൻ അൽ വസ്വാസിന്റെ വിശേഷണമാണ് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? ഒന്നാമത്തേതിന് അല്ലുണ്ട്, രണ്ടാമത്തേനും അല്ലുണ്ട്. ഒന്നാമത്തേതിന് അവസാനം കസറാണ്, രണ്ടാമത്തേനും അവസാനം കസറാണ്. ഒന്നാമത്തേത് മസ്കുലിനാണ്, അഥവാ പുല്ലിംഗമാണ്. രണ്ടാമത്തേതും പുല്ലിംഗമാണ്. ഒന്നാമത്തേത് ഏകവചനമാണ്, രണ്ടാമത്തേതും ഏകവചനം. ഇങ്ങനെ 4 കാര്യങ്ങൾ യോജിച്ച് വന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഒന്നാമത്തേതിന്റെ വിശേഷണമാണ് രണ്ടാമത്തേത്. മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ അൽ വസ്വാസിൽ ഖന്നാസ് എന്ന് മാത്രം പറഞ്ഞാൽ എന്തല്ല, ആശയം പൂർണ്ണമാകുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ആ വാക്യവുമായി ബന്ധപ്പെടുത്തിയാണ് വേണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്. ഇവരോടെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ തിന്മയിൽ നിന്നും അഭയം തേടുന്നു. അപ്പോൾ എന്തായി? ആശയം പൂർണ്ണമായി. അപ്പൊ ഇവിടെ അൽ വസ്വാസ് അൽ ഖന്നാസ്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. എല്ലാ സ്ഥലത്തും അല്ലുണ്ടായിക്കണമെന്ന് നിർബന്ധമില്ല. ഈശത്തിൻ എന്ന് പറഞ്ഞിടത്ത് എന്തില്ല? അല്ലില്ല. അപ്പോ അൽ ഇല്ലാത്തതാണ് ഈശത്ത് എങ്കിൽ വിശേഷണവും അല്ലില്ലാത്തതായിരിക്കണം. ഈശത്തിൻ ഒരു ജീവിതത്തിലായിരിക്കും, റാദിയത്തിൻ തൃപ്തികരമായ. അപ്പൊ ഈശത്തിന്റെ വിശേഷണമാണ് റാദിയത്ത്. ഈശത്ത് സ്ത്രീലിംഗമാണ്, റാദിയത്ത് സ്ത്രീലിംഗമാണ്. 2 കാര്യമല്ല. 3, ഈശത്ത് ഏകവചനമാണ്, റാദിയത്തിന്റെ ഏകവചനമാണ്. 4, ഈശത്തിന്റെ അവസാനം കസറാണ്, റാദിയത്തിന്റെ അവസാനം കസറാണ്. ഈ 4 കാര്യങ്ങളിൽ യോജിച്ച് വന്നുകൊണ്ട് ഈശത്തിന്റെ വിശേഷണമാണ് റാദിയത്ത് എന്ന് മനസ്സിലായി. ഫജഅലഹും കഅസ്ഫിൻ മഅകൂലിൻ. അപ്പൊ എന്താണ്? അസ്ഫ് എന്ന് പറഞ്ഞത് ഏകവചനമാണ്, മഅകൂൽ ഏകവചനമാണ്. അസ്ഫ് പുല്ലിംഗമാണ്, മഅകൂൽ പുല്ലിംഗമാണ്. 2 കാര്യം. അസ്ഫ് അൽ ഇല്ലാത്തതാണ്, അത് സ്പെസിഫിക് അല്ല. മഅകൂലും സ്പെസിഫിക് അല്ല. 3, 4-മത്തത് അസ്ഫിന്റെ അവസാനം കസറാണ്, മഅകൂലിന്റെ അവസാനവും കസറാണ്. കഅസ്ഫിൻ മഅകൂൽ. തസ്ലാ നാറൻ ഹാമിയത്തൻ. അപ്പൊ ഇവിടെ ഇത് ഞാൻ എടുത്തു കൊടുക്കാൻ കാരണം, ഉദാഹരണം, തസ്ലാ നാറൻ ഹാമിയത്തൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഹാമിയത്ത് നമുക്കറിയാം, ചൂടുള്ള. തസ്ല പ്രവേശിച്ചിരിക്കുന്നു, യസ്ല അവൻ പ്രവേശിച്ചിരിക്കുന്നു, തസ്ല അത് പ്രവേശിച്ചിരിക്കുന്നു. നാറൻ തീ അല്ലെങ്കിൽ നരകം. തസ്ല നാറൻ ഹാമിയ, ചൂടുള്ള നരകത്തിൽ അവൻ പ്രവേശിച്ചിരിക്കും. അപ്പൊ നാറൻ എന്ന് പറഞ്ഞത് എന്താണ്? ഏകവചനമാണ്. ഹാമിയത്ത് ഏകവചനമാണ്. നാറൻ അൽ ഇല്ലാതെ സ്പെസിഫിക് അല്ല, ഹാമിയത്തും സ്പെസിഫിക് അല്ല, നിർണിത നാമമല്ല. 2 കാര്യം. നാറന്റെ അവസാനം ഫത്തഹാണ്, ഹാമിയത്തിന്റെ അവസാനവും ഫത്തഹാണ്. 3 കാര്യങ്ങൾ യോജിച്ച്. 4-മത് നാറ് എന്നത് സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹാമിയത്ത് സ്ത്രീലിംഗമാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ മലയാളികൾ സംസാരിക്കുമ്പോൾ അത് അനുവദനീയമാണോ ഇല്ല എന്നുള്ള വേറെ കാര്യം. ഭൂമി ദേവി എന്നാണ് പറയുന്നത്. ഭൂമി ദേവി. സൂര്യ ഭഗവാൻ എന്നും പറയും. അപ്പോൾ ഭൂമി ദേവിയും സൂര്യ ഭഗവാനുമാണ്. ഇപ്പൊ ഭൂമി എന്ന് പറയുന്നത് സ്ത്രീലിംഗമായിട്ടും സൂര്യനെ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ പുല്ലിംഗമായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ കാര്യം പറഞ്ഞതാണ്. അതേസമയം ഇത് ഷംസ് കുബ്വിറത്ത്, സൂര്യനെ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷ ഉപയോഗിക്കുന്നത്. വൈദൽ ആർലു മുദ്ദത്ത്, ഭൂമി എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നരകത്തെ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചില പദങ്ങളെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളുണ്ടാവും. അത്തരം പദങ്ങൾക്ക് സ്ത്രീലിംഗ വിശേഷണം കൊടുക്കണം. അടുത്ത് നോക്കാം. വലഹും അജാബുൻ അളീമുൻ. ഇവിടെ നേരത്തെ പറഞ്ഞൊക്കെ കസറുള്ളതാണ് പറഞ്ഞത്. ഇവിടെ അജാബുൻ, ലഹും അവർക്കുണ്ട്, അജാബുൻ അളീം, ശിക്ഷയുണ്ട്. എങ്ങനെയുള്ള ശിക്ഷയാണ്? അളീം, ഭയങ്കരമായ. അപ്പോൾ ആ ശിക്ഷയുടെ വിശേഷണമാണ് അളീം എന്ന് എങ്ങനെ മനസ്സിലായി?
അദാബ് സ്പെസിഫിക് അല്ല, നിർണിതമല്ല. അലീം നിർണിതമല്ല. അദാബിന്റെ അവസാനം ലമ്മാണ്, അലീമിന്റെ അവസാനം ലമ്മാണ്. അദാബ് അദാബ് പുല്ലിംഗമാണ്, അലീം പുല്ലിംഗമാണ്. ഇങ്ങനെ 4 കാര്യങ്ങളിൽ യോജിച്ചു വന്നതുകൊണ്ട് അദാബിന്റെ വിശേഷണമാണ് അലീം എന്ന് മനസ്സിലായി. ഇപ്പൊ നമ്പറിലും ജെൻഡറിലും നൗൺ എൻഡിങ്ങിലും ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് എന്നീ കാര്യങ്ങളിലും യോജിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞ നാമത്തിന്റെ വിശേഷണമാണ് രണ്ടാമത്തെ പറഞ്ഞ നാമം. ഇതെപ്പോഴാണ് നമുക്ക് ഇത് ഇങ്ങനെ അല്ല, വേറൊരു ഘടനയാണോ എന്ന് നമുക്ക് തോന്നുന്നത്? 2 നാമം അടുത്തടുത്ത് വന്നാൽ ഒന്നാമത്തേതിനെ രണ്ടാമത്തിലേക്ക് ചേർത്ത് അർത്ഥം പറയണം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. സംബന്ധിക വിഭക്തി പറഞ്ഞപ്പോൾ പറഞ്ഞു റസൂലുല്ലാഹി. അവിടെ എന്താണ്? ഒന്നാമത്തേത് റസൂൽ, അൽ ഇല്ല, സ്പെസിഫിക് അല്ല. രണ്ടാമത്തേത് അള്ളാഹു എന്ന പദം സ്പെസിഫിക് ആണ്, അൽ ഉള്ള പദമാണത്. അതേപോലെ കിതാബുല്ലാഹി, ബൈത്തുല്ലാഹി എന്നൊക്കെ പറഞ്ഞതും അതേപോലെയാണ്. ഒന്നാമത്തെ സ്പെസിഫിക്കും ഒന്നാമത്തെ സ്പെസിഫിക് അല്ല, രണ്ടാമത്തെ സ്പെസിഫിക് ആണ്. അപ്പോഴത് ഇലാഫത്തിലേക്കാണ് പോകുന്നത്, ഇന്ത്യയുടെ എന്ന അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കുക ഇലാഫത്തിന്റെ മറ്റുദാഹരണം മലിക്കുൻ നാസി. ഇനി മലിക്കിന് കെസ്റായിട്ട് തന്നെ സൂറത്തിൽ വന്നു എന്ന് അത് തന്നെ എടുത്ത് നോക്കുക. മലിക്കിന് കെസ്റാണ്, നാസിനും കെസ്റാണ്. പക്ഷേ മലിക്ക് സ്പെസിഫിക് അല്ല, നാസ് സ്പെസിഫിക് ആണ്. കാരണം എന്താ? അല്ലുണ്ട്. ബാക്കി എല്ലാത്തിനും യോജിപ്പുണ്ട്. മലിക്ക് പുല്ലിംഗമാണ്, നാസ് പുല്ലിംഗമാണ്. മലിക്ക് ഏകവചനമാണ്, നാസ് ഏകവചനമാണ്. പക്ഷേ ഒന്നാമത്തേതിന് അല്ല, ഇത് രണ്ടാമത്തെ സ്പെസിഫിക്കും ഒന്നാമത്തെ സ്പെസിഫിക് അല്ലാത്തതുമാണ്. അപ്പോഴതെന്താണ്? ഇലാഫത്താണ്. റബ്ബുൽ ഫലഖി. ഇദാ ജാ നസ്റുല്ലാഹി നമുക്ക് നോക്കാം. നസ്റുല്ലാഹി. അപ്പൊ അവിടെ എന്താണ്? നസ്റിന് ലമ്മാണ്, അള്ളാഹുവിന് കസ്റാണ്. നസ്റിന് അല്ലില്ല, സ്പെസിഫിക് അല്ല, അള്ളാഹു സ്പെസിഫിക് നൗണാണ്. പുല്ലിംഗവും രണ്ടും പുല്ലിംഗമാണ്, പുല്ലിംഗ പദമാണ്. നസ്ർ എന്നുള്ള പുല്ലിംഗ പദമാണ്, അള്ളാഹു എന്ന പദവും പുല്ലിംഗ പദമാണ്. പക്ഷെ എന്താണ്? നസ്റിന് ദമ്മും അള്ളാഹു എന്ന നാമത്തിന് കസ്റുമാണ്. അതുകൊണ്ടും നസ്ർ അൽ ഇല്ലാത്ത സ്പെസിഫിക് അല്ലാത്ത നാമമാണ്, അള്ളാഹു സ്പെസിഫിക് ആയ നാമമാണ്. അതുകൊണ്ടും ഈ 2 കാര്യമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ സംബന്ധിക വിഭക്തിയാണ് എന്നത് തെളിയിക്കുന്നത്. തആമുൽ മിസ്കീനി, അവിടെ എന്താണ്? വലാ യഖല്ലു അലാ തആമിൽ മിസ്കീൻ. അവിടെ സൂറത്തിലെ തആമിൽ മിസ്കീനി എന്നാണ്. തആമിന് കസ്റാണ്, മിസ്കീനിന് കസ്റാണ് എന്ന് വെച്ചോളി. പക്ഷേ തആം അല്ലില്ലാത്തതാണ്, മിസ്കീൻ അല്ലുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതെന്താവും? ഇന്ത്യയുടെ എന്ന അർത്ഥത്തില് സംബന്ധിക വിഭക്തിയാവും. അതേസമയം വിശേഷണമാണെങ്കിൽ ഇഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം, രണ്ടും ഒരേ ഘടനയാണ്. പെട്ടെന്ന് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലുണ്ടോ, ഇതിനും അല്ലുണ്ടോ, ഫത്തഹാണോ അല്ലെങ്കിൽ അതിന് അവസാനത്തെ സെയിമാണോ എന്ന് നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. 2 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. മറ്റുദാഹരണം അൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ അതിനും അല്ലുണ്ട്, ഇതിനും അല്ലുണ്ട്. ഇലാഫത്താണെങ്കിൽ മിക്കവാറും ആദ്യത്തേന് അല്ലുണ്ടാവില്ല, മിക്കവാറും രണ്ടാമത്തേന് അല്ലുണ്ടാവും. ആദ്യത്തേന് അല്ലുണ്ടാവില്ല ഇലാഫത്താണെങ്കിൽ, പക്ഷേ രണ്ടാമത്തേന് മിക്കവാറും അല്ലുണ്ടാവും. ഇവിടെ ഫി ഈശത്തിൻ റാദിയത്തിൻ, അവിടെ നോക്കുക എല്ലാ കാര്യങ്ങളിലും യോജിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ്? അതിൻ്റെ വിശേഷണമാണ്. അഷ്ഫിൻ മഅകൂലിൻ ഒരേപോലെയാണ്, നാറൻ ഹാമിയത്തൻ ഒരേപോലെയാണ്, ലഹും അസാബുൻ അളീമുൻ ഒരേപോലെയാണ്. അപ്പോ സംബന്ധിക വിഭക്തിയും നാമവും നാമവിശേഷണവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലായി. മുന്നോട്ട് പോകാമല്ലോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഖുർആൻ വായിക്കുമ്പോൾ വായിച്ചു നോക്കണം.
സംബന്ധിക വിഭക്തി. ഇനി നമുക്ക് കസ്റ വരുത്തുന്ന പദങ്ങൾ കൂടി പഠിക്കാനുണ്ട്. 8 പദങ്ങൾ. ലീമിൻ അൻമ ബീഫി അല ഇല. അത് അടുത്ത പ്രാവശ്യം പറയും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പരീക്ഷ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. വീഡിയോ കൊടുത്ത് നോക്കാം. ഓക്കെ. സംശയം എക്സാം എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പിൽ അയച്ചു തരും. അത് നോക്കിയിട്ട് ആൻസർ എന്ത് ചെയ്യണം? ആൻസർ എഴുതി സ്കാൻ ചെയ്ത് തിരിച്ചയക്കണം. ഇമെയിലിൽ തിരിച്ചയക്കണം. സ്കാൻ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ തരും. അതേപടി തന്നെ നമ്മളുടെ നിർദ്ദേശം പാലിച്ച് തന്നെ സ്കാൻ ചെയ്യണം. നമ്മളെ നിർദ്ദേശങ്ങൾ പോലെ തന്നെ സ്കാൻ ചെയ്യണം. എങ്കിലേ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കുകയല്ല വേണ്ടത്. സ്കാൻ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യാം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തരും. ബാദുഷായെ എല്ലായ്പ്പോഴും പോലെ വായിക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്ത് തരും. ശരി. നാമവും നാമവിശേഷണത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയാണ് പഠിക്കേണ്ടത്. നമസ്കാരത്തിൽ നമ്മൾ അമിൻ ഫിത്നത്തുൽ മഹിയ വൽ മമാത്ത് അമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ വരെ കഴിഞ്ഞു. അതിനുശേഷം സലാം അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതാണ് സലാം. കേട്ടോ? റഹ്മത്തുള്ള ബാക്കി സുന്നത്താണ്. ബറക്കാത്തും ഒക്കെ സുന്നത്താണ്. റഹ്മത്തുള്ളാഹി ബറക്കാത്തു വരെ പറയാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദ്യത്തെ വലത്തോട്ടുള്ള അസ്സലാമു അലൈക്കുമാണ് നിർബന്ധമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സുന്നത്താണ്. രണ്ടാമത്തെ ഇടത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം ഉറക്കെ പറയണം. അത് നമസ്കാരത്തിലെ മൂവ്മെന്റിന്റെ അല്ലാഹു അക്ബർ അല്ല. ഇത് തീർന്നു അതിന് ശേഷമുള്ള ഒരു അല്ലാഹു അക്ബറാണ്. അത് കഴിഞ്ഞതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയും. അല്ലാഹു അക്ബറിന്റെ അർത്ഥം നമുക്കറിയാം. അല്ലാഹു ഏറ്റവും വലിയവനാണ്. എന്റെ വിഷയം അർത്ഥം പഠിപ്പിക്കാന്നാണ് കേട്ടോ. കർമ്മശാസ്ത്രം ഇതിൽ പെട്ടതല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ സീനിയർ ലെവലിൽ വരും. കർമ്മശാസ്ത്രം അതിന്റെ നിബന്ധന നിർബന്ധമാണോ സുന്നത്താണോ എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയണം. അള്ളാഹുവിനോട് അസ്തഗ്ഫിറു എന്ന് പറഞ്ഞാൽ ഞാൻ പൊറുക്കലിനെ തേടുന്നു. അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു ആണ് അസ്തഗ്ഫിറുല്ലാഹ്. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അൻത സലാം, അള്ളാഹുവെ നീയാണ് സമാധാനം. വ മിൻക സലാം,
നിന്നിൽ നിന്നാണ് സമാധാനം. ഇത് രണ്ടും നമുക്കറിയുന്നതാണ്. തബാറക്ത, നീ ഏറെ അനുഗ്രഹമുള്ളവനായിരിക്കുന്നു. നീ ഏറെ അനുഗ്രഹമുടയവനായിരിക്കുന്നു. യാ ദൽ ജലാലി വൽ ഇക്റാം. ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം, ഇക്റാം ആദരവ്. ജ എന്ന് പറഞ്ഞാൽ ഉള്ള, ജാദീദു ഉള്ള. മഹത്വവും ആദരവും ഉള്ളവനെ, അല്ലെങ്കിൽ മഹത്വവും ആദരവും ഉടയവനെ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. വയിലേക്ക് യർജഉസ്സലാം എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. നിന്നിലേക്കാണ് സമാധാനം മടങ്ങുന്നത് എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നു. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു നമ്മൾ നേരത്തെ പഠിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ ഒരു ഇലാഹുമില്ല. നമ്മൾ ഗ്രാമറിൽ പഠിച്ചത് നമ്മൾ ചേർത്ത് വിടാം കേട്ടോ. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വഹ്ദഹു, അവൻ ഏകൻ, ഹി ഈസ് അലോൺ, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല. ഈസ് അലോൺ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് നിഷേധിച്ചു, വേറെ ഒന്നുമില്ല. പക്ഷെ ബാക്കി വിശദീകരണമാണ്. ലാ ശരീക ലഹു, നേരത്തെ പറഞ്ഞു ലാ എന്താണ്, വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്. ലാ ശരീക ലഹു, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്, എനി കൈൻഡ് ഓഫ് പാർട്ട്നേഴ്സ്. ഒരു തരത്തിലുമുള്ള പാർട്ട്ണറും സഹകാരിയും ഇല്ല, അവനില്ല. ലാ ശരീക, വർഗത്തെ നിഷേധിക്കുന്നില്ലായാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലഹും കൂടെ ഉണ്ട്. ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. നമ്മൾ പറയല്ലോ കേന്ദ്രം ഭരിക്കുന്നത് അദ്ദേഹമാണെന്ന്. കേന്ദ്രം ഭരിക്കുന്നത് അള്ളാഹാണ്. കേന്ദ്രം, സൂപ്പർ കേന്ദ്രം, അതാണ് ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. ഇത് നമസ്കാരത്തിന് ശേഷമല്ല നമസ്കാരത്തിന് ശേഷം പറയേണ്ടതാണ്. അത് മാത്രമല്ല ഹജ്ജിലും പറയാൻ പറഞ്ഞില്ലേ, ഹജ്ജിൽ സമയത്തും പറയാൻ പറഞ്ഞു. ആധിപത്യം, കൺട്രോൾ, സൂപ്പർ പവർ അവനാണ്. അവൻ്റെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ എല്ലാത്തിനും നോക്കി കാണുന്നുണ്ട്. ചിലർക്ക് അങ്ങനെ വിട്ടുകൊടുക്കുന്നു, ചിലരെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. സർവ എന്നുള്ളത് അല്ലിന്റെ വിശദീകരണമാണ് കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിനാണ്. സർവ എന്ന് എവിടെ കിട്ടി? അൽ ഹംദു, എല്ലാ സ്ഥലത്തുമല്ല, പല സ്ഥലങ്ങളിലും അൽ വരുന്നത് വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലുണ്ട്. വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള അൽ, അതിൽപ്പെട്ടതാണ് ഈ അൽ ഹംദ് എന്ന് പറയുന്നത്. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതി. യുഹ്യി, അവൻ മരിപ്പിക്കുന്നു. വയുമീത്, യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നു. വയുമീത്, അവൻ മരിപ്പിക്കുന്നു. വഹുവ, അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഖദീർ കഴിവുറ്റവൻ, ഖാദിർ കഴിവുറ്റവൻ. അതിൻ്റെ ആധിക്യത്തിൻ്റെ രൂപമാണ് ഖദീർ. ഖാദിറിന്റെ ആധിക്യത്തിൻ്റെ രൂപമാണ് ഖദീർ. ഏറ്റവും കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അവനല്ലാതെ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരനില്ല. ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നു. വയുമീത്ത്, അവൻ മരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അത് കഴിഞ്ഞിട്ട് വർഗത്തെ നിഷേധിക്കുന്ന ലാ ഉപയോഗിച്ച് പറയണം. അല്ലാഹുമ്മ ലാ മാനിഅ, അല്ലാഹുവേ തടയുന്നവനായി ആരും തന്നെ ഇല്ല, ഒരുത്തരും തന്നെ ഇല്ല. ഏതിനെ? ലിമ അഴ്ത്തയിത്ത, അഴ്ത്ത നമ്മൾ പഠിച്ചു. ഇന്ന അഴ്ത്തയിനാക്കൽ കൗസർ. അപ്പോൾ അഴ്ത്ത അവൻ നൽകി, അഴ്ത്തവും അവർ നൽകി. അഴ്ത്തയിത്ത നീ നൽകി, അഴ്ത്തയിത്തും നിങ്ങൾ നൽകി. അഴ്ത്തയിത്തു ഞാൻ നൽകി, അഴ്ത്തയിന നാം നൽകി. അപ്പൊ ലിമ അഴ്ത്തയിത്ത, നീ നൽകിയതിനെ തടയുന്നവനായി ഒറ്റ ഒരുത്തനുമില്ല. വർഗത്തെ നിഷേധിക്കുന്നതായാണ്. വല മുഅ്തിയ, അവിടെ ദുർബലാക്ഷരമായ യാന്റെ മുകളിൽ ഫത്തഹ് സ്വീകരിക്കും. അപ്പൊ ഫത്തഹ് മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഫത്തഹ് ഇട്ടുകൊണ്ട് ആണ് വർഗത്തെ നിഷേധിക്കുന്ന ലായുടെ പ്രയോഗം വന്നിരിക്കുന്നത്. വല മുഅ്തിയ, നൽകുന്നവനായി ഒറ്റ ഒരുത്തനുമില്ല. ലിമ മനഅത്ത, നീ തടഞ്ഞതിനെ.
വല യൻഫ പ്രയോജനം ചെയ്യുകയില്ല. നമ്മൾ പഠിച്ചല്ലോ, നഫ യൻഫ പ്രയോജനം ചെയ്തു. വല യൻഫ പ്രയോജനം ചെയ്യുകയില്ല. ദൽ ജദ്ദി ശ്രേഷ്ഠതയുള്ളവൻ, മിൻക നിന്റെ അടുക്കൽ, നിന്നിൽ നിന്ന്, അൽ ജദ് ശ്രേഷ്ഠത. ഇത് ശ്രേഷ്ഠതയുണ്ട് എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ ശ്രേഷ്ഠത, എനിക്ക് ശ്രേഷ്ഠനായിരുന്നു ഞാൻ ഭൂമിയിൽ, അതുകൊണ്ട് എനിക്കവിടെ റെക്കമെൻഡേഷൻ സ്ഥാനമൊക്കെ ഉണ്ടാവും, അതുപോലെ എന്തെങ്കിലും പ്രത്യേക പരിഗണന ഉണ്ടാവും, മുൻപേ ഞാൻ അങ്ങനെ ആയിരുന്നതുകൊണ്ട് മുൻപേ വിചാരണ കഴിയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. ഒല മുഴുത്തിയ ലിമ മനഴത്ത ഒല ഇൻഫൽ ജദ്ദി മിൻകൽ ജദ്ദു. അപ്പൊ ഇതാ എന്ന് പറഞ്ഞാൽ ഉള്ള, ഇതൽ ജദ്ദി ശ്രേഷ്ഠതയുള്ള, മിൻക നിന്നിൽ നിന്ന്, അൽ ജദ്ദു ഒരു ശ്രേഷ്ഠതയും. ശ്രേഷ്ഠതയുള്ളവന് അവന്റെ ശ്രേഷ്ഠത നിന്നിൽ നിന്ന് ഒരു പ്രയോജനം ചെയ്യുകയില്ല. വല ഇൻഫൽ ജദ്ദി മിൻകൽ ജദ്. പിന്നെ അല്ലാഹുമ്മ അഇന്നി, അഇന്നി എന്ന് പറഞ്ഞാൽ ആന സഹായിച്ചു, അഇന്നി എന്നെ നീ സഹായിക്കണമേ. എന്തിനു സഹായിക്കണമേ? അലാ ദിക്രിക നിന്നെ ഓർക്കാൻ വേണ്ടി, ദിക്രിക നിന്റെ സ്മരണയ്ക്ക്, നിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ നിന്നെ സ്മരിക്കുന്നതിന്, ശുക്രിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ശുക്രന്, നിനക്ക് ശുക്ർ ചെയ്യുന്നതിന് വേണ്ടി, ഹുസ്നി ഇബാദത്തിക്ക നന്നായി നിന്നെ ഇബാദത്ത് ചെയ്യാനും, അല്ലെങ്കിൽ നിന്നെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നീ എനിക്ക് തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്. അല്ലാഹുവേ എന്നെ നീ സഹായിക്കണമേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും, അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക നിന്നെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണമേ. പറഞ്ഞ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്. പിന്നീട് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. എല്ലാ നമസ്കാരത്തിന് ശേഷം ഉള്ളതാണ് ഈ പറഞ്ഞതെല്ലാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയണം കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പാരായണം ചെയ്യണം എല്ലാ നമസ്കാരത്തിൻ്റെയും ശേഷം. പറഞ്ഞതെല്ലാം എല്ലാ നമസ്കാരത്തിന് ശേഷമുള്ളതാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ ഈ പ്രാർത്ഥന സുബഹിന്റെയും മഗ്രിബിന്റെയും ശേഷം 10 പ്രാവശ്യം പറയണം. സുബഹിന്റെയും മഗ്രിബിന് ശേഷം 10 പ്രാവശ്യം പറയാം. അപ്പോൾ ആയത്തുൽ കുർസിയാണ് പറയാൻ പോകുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു പറഞ്ഞാൽ അല്ലാഹു, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലാ ഹുവ അവനല്ലാതെ, അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹയ്യ് അള്ളാഹു ഹയ്യുൻ എന്നല്ല പറഞ്ഞത്, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അൽ ഹയ്യു, അവൻ അൽ ഹയ്യാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂമാണ്, ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നവൻ. ലാ തഅഖുദുഹു അവനെ പിടികൂടുകയില്ല, ബാധിക്കുകയില്ല. അഖദ എടുത്തു, അഖദ നമ്മൾ പഠിച്ചല്ലോ. അഖദ യഅഖുദു അവനെ പിടിക്കുകയില്ല. ആര് പിടിക്കുകയില്ല? സിനത്തുൻ മയക്കം, അവന് മയക്കം പിടിക്കുകയില്ല. വലാ നൗമുൻ ഉറക്കവും അവന് ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
മാ എന്ന് പറഞ്ഞാൽ എന്തെന്നാണോ അത്, ഫിസ്സമാവാത്തി ആകാശത്തിലുള്ളത്. ആകാശത്തിലുള്ളത് എന്തെല്ലാമാണോ അത് അവനുള്ളതാണ്. ഒമാഫിൽ അർദി എന്ന് തന്നെയില്ല ഭൂമിയിലുള്ളത്. അപ്പൊ ആകാശത്തിലുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ഭൂമി ആകാശത്തിൽപ്പെട്ടാണല്ലോ അല്ലേ? ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? സൂര്യനും ചന്ദ്രനൊക്കെ നിൽക്കുന്നതിൻ്റെ പോലെ ഒരു അന്തരീക്ഷത്തിലാണല്ലോ നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഭൂമി നിൽക്കുന്നത്. പക്ഷെ ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ലാ തഅഖുദുഹു സിനത്തുൻ, അവന് മയക്കം ബാധിക്കുകയില്ല. വലാ നൗമുൻ, ഉറക്കവും ബാധിക്കുകയില്ല. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവനുള്ളതാണ്. മൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവൻ? ആരാണ് ഇവൻ? ഇതാണ് അതിന്റെ ശരിക്കും മീനിങ്. അല്ലദീ യശ്ഫഉ, ശുപാർശ ചെയ്യുന്നവൻ. മൻ ദല്ലദീ യശ്ഫഉ, അങ്ങനെ ഒരുമിച്ച് പറഞ്ഞു നോക്കുക. ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? ഇൻദഹു, അവന്റെ അടുക്കൽ, ഉടയതമ്പുരാന്റെ അടുക്കൽ. ഇല്ലാ ബിഇസ്നിഹി, ഉടയതമ്പുരാന്റെ അടുക്കൽ ശുപാർശ ചെയ്യാം. ശുപാർശയുടെ ഡോർ അടയ്ക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഇനിയും തുറക്കും. അവന്റെ അനുമതി കൂടാതെ ആരും ശുപാർശ ചെയ്യുകയില്ല. എന്തല്ലത് യശ്ഫഉ ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന ആരുണ്ട്? ഇല്ലാ ബിഇസ്നിഹി, അവന്റെ അനുവാദം കൂടാതെ. അവിടെ പോയിട്ട് പെർമിഷൻ ചോദിക്കണം. പടച്ചതമ്പുരാനെ, ഞാൻ ഇന്ന ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ അനുവാദം കിട്ടിയാലേ ശുപാർശ ചെയ്യാവൂ. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം. യഅലമു, അവൻ അറിയുന്നു. മാ, ഒന്ന്. ബൈന ഐദീഹിം, ബൈന ഐദി എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത്. യദൻ, കൈ. ഐദി, കൈകൾ. ബൈന ഐദി ഹിം, അവരുടെ മുന്നിലുള്ളത്. ബൈന ഐദി എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത്. ഹിം, അവരുടെ. മാ ബൈന ഐദീഹിം യഅലമു മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത് അവൻ അറിയുന്നു. മാ ഖൽഫഹും, അവന്റെ പിന്നിലുള്ളതും അറിയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു വമാ അഖർതു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിശദീകരിച്ചു കുറെ പണ്ഡിതന്മാരാരൊക്കെ ആയിരിക്കും. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? യഅലമു മാ ബൈന ഐദീഹിം, അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു വമാ അഖർതു. അഖറ എന്ന് പറഞ്ഞാൽ പിന്തിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് പറഞ്ഞത്? ആശയം ചെയ്തതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു. അതേപോലെ മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത് അവൻ അറിയുന്നു. അവരങ്ങോട്ട് കടന്നു പോയാൽ അതിന് പിന്നിലുള്ളതും അവൻ അറിയുന്നു. നാളത്തെ കാര്യം അവനറിയാം, ഇന്നലത്തെ കാര്യവും അവനറിയാം. അവൻ അറിയുന്നു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും. വലാ യുഹീതൂന, അവർ വലയം ചെയ്യുകയില്ല. അഹാത്ത, വലയം ചെയ്തു. അഹാത്ത യുഹീതു. വലാ യുഹീതൂന, അവർ വലയം ചെയ്യുകയില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുകയില്ല. ബി ഷൈഇൻ, അവർ വലയം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അവരുടെ കൺട്രോളിലേക്ക് ആക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുകയില്ല. ബി ഷൈഇൻ, ഒന്നും തന്നെ, അവർക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല. ഏതിൽ നിന്ന്? മിൻ ഇൽമിഹി, അവന്റെ അറിവിൽ നിന്ന്. അള്ളാഹു കൊടുക്കുന്നതാണല്ലോ എല്ലാവർക്കും അറിവ്. ആ അവന്റെ അറിവിൽ നിന്ന് ആർക്കും ഒന്നും ലഭിക്കുകയില്ല. എന്തല്ലാതെ? ഇല്ലാ ബിമാ ശാഅ, അവൻ ഉദ്ദേശിച്ചവയല്ലാതെ. വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ, വിശാലമായി. കുർസിയ്യുഹു, അവന്റെ സിംഹാസനം അല്ലെങ്കിൽ അധികാര പീഠം എത്ര വിശാലമുണ്ട്? അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോ ഓളം വിശാലമായിരിക്കുന്നു, അല്ലെങ്കിൽ ആകാശഭൂമികളെല്ലാം അത് ഉൾക്കൊള്ളുന്നു. വലാ യഊദുഹു, അവനെ ക്ഷീണിപ്പിക്കുകയില്ല. വലാ യഊദുഹു, അവനെ ക്ഷീണിപ്പിക്കുകയില്ല. ആദ യഊദു,
ഹിഫ്ളുഹുമ, അതിനെ സൂക്ഷിക്കുക എന്നത്, സംരക്ഷിക്കുക എന്നത്. ആ വലിയ വിശാലമായ ഭൂമിയെ എങ്ങനെ അവൻ സംരക്ഷിക്കും? ആ പ്രശ്നമില്ല. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുന്നതനും അതിഗംഭീരനുമാണ്. വഹുവൽ അലിയുൽ അലീം. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയും കൂടെ പാരായണം ചെയ്താൽ നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്ന കുറെ സംഗതികൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കഴിഞ്ഞ ശേഷം എന്താ പറയണം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാം. അത് കഴിഞ്ഞ ശേഷം അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം. പിന്നെ എന്ത് പറയണം? അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യഹ്യി വയമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. وهو العلي, അവൻ അത്യുന്നതനും അൽ അലീം, ഗംഭീരനുമാണ്. അപ്പൊ ഇത് ആയത്തുൽ കുർസി നമ്മുടെ ദിക്റുകൾ കഴിഞ്ഞ് ഔറാദ് കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതാം. ഞാൻ നേരത്തെ അതിന്റെ ക്രമം പറഞ്ഞിരുന്നു. ആ ക്രമത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതിനെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യും? ആയത്തുൽ കുർസി പറഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് കഴിഞ്ഞിട്ട് അൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അത് കഴിഞ്ഞ ശേഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ ഈ സൂറത്തുകൾ മൂന്ന് സൂറത്ത് പാരായണം ചെയ്ത് ഈ ആയത്തുൽ കുർസി ഒഴിച്ചിട്ട് 3 സൂറത്ത് പാരായണം ചെയ്തില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിൽ ഫലഖ്, ഖുൽ അഊദു ബിൻ നാസ്. ഇത് ഇത്രയും എന്ത് ചെയ്യണം? പ്രത്യേകം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് ഇത്രയും പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്തതിന് ശേഷം ഈ 3 സൂറത്തും പാരായണം ചെയ്യണം. എന്നാൽ അൽ ഫജ്റിലും അതേപോലെ മഗ്രിബിനും പ്രത്യേകമായി ഒരു 9 എണ്ണം കൂടെ പറയണം. അപ്പോൾ 10 ആയി. ഏത്? ഖുൽ ഹുവല്ലാഹു അഹദും, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിൻ നാസ്. ഈ 3 സൂറത്ത് എത്ര പ്രാവശ്യം പറയണം? 3 പ്രാവശ്യം പറയണം. മഗ്രിബിനും സുബഹിക്കും. ബാക്കി എല്ലാ സമയങ്ങളിലും ഓരോ പ്രാവശ്യം പറയണം. വഹുവൽ അലിയുൽ അലീം. ഇനി ശേഷമുള്ള ചില പ്രാർത്ഥനകൾ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി പോകണം. എക്സാം ഡേറ്റ് അടുത്ത ആഴ്ച കൃത്യമായിട്ട് പറയാം. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എന്തുണ്ട്? കെസ്ർ വരുത്തുന്ന പദങ്ങൾ പഠിക്കാനുണ്ട്. അതുകൂടെ അടുത്ത പ്രാവശ്യം പഠിച്ചതിന് ശേഷം പിന്നെ ഒരു റിവിഷൻ, പിന്നെ എക്സാം എന്ന് പറഞ്ഞാൽ 15 days ആണ് ഇപ്പോഴുള്ളത്. 14 ദിവസം.
ഇന്നേക്ക് 14 ദിവസം. 14 ദിവസം കഴിഞ്ഞിട്ടേ പരീക്ഷ വരുള്ളൂ. 14 ആയപ്പോഴത്തേക്ക് ഈ മാസം കഴിഞ്ഞു. നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ?